വെൽക്കം ടു PKPSC Corner യൂട്യൂബ് ചാനൽ. പഠിക്കുന്ന ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് പറയുന്നു. നമുക്ക് എവിടെയെങ്കിലും അത് ഉപകാരപ്പെടും. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ GK പഠിക്കുന്ന അത്രയും വെയിറ്റേജ് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. കാരണം 4 വർഷത്തോളം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് PSC പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. എൻ്റെ ബിഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം ഹസ്ബൻഡാണ്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം എഴുതുന്നത് 8.5 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ്. പിന്നീട് നമ്മുടെ PK ചാട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ PK ഗ്രൂപ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ LDC ആയിട്ട് മാത്രം ഇരുന്നേനെ. വേണമെങ്കിൽ പൂർണ്ണ ഗർഭിണി ആയിരിക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നേടിയത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ 47 എന്നുള്ളൊരു മികച്ച നേട്ടമാണ്. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയണ്ടേ? ഏറ്റവും സ്നേഹത്തോടുകൂടെ ലെറ്റ്സ് വെൽക്കം റോഷ്നി. സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ PK ക്ലാസ്സിന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇത് എക്സാമിന് ചോദിക്കും. ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അമ്മമാർക്ക് അത്രത്തോളം ടൈം കിട്ടണമെന്നില്ല. ഫാമിലിയുടെ സപ്പോർട്ട് ഒരു ഫാക്ടറാണ്. PKPSC Corner. Craft your future. സോ ലെറ്റ്സ് വെൽക്കം റോഷ്നി. സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം പ്രഗ്നൻസി സമയത്തൊക്കെ പഠിച്ചിട്ട് ഇത്രയും മികച്ചൊരു റാങ്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഈ ഒരു മൊമെന്റ് 47ാമത്തെ റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? സന്തോഷം, ഒരുപാട് സന്തോഷമായിരുന്നു. കാര്യം അറിയാമല്ലോ, ഇത്രയും ആ ഒരു സ്ട്രഗിൾ നല്ലപോലെ ഉണ്ടായിരുന്നു ആ പ്രഗ്നൻസി ടൈമിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. കൂടുതലായിട്ട് നമുക്ക് വിശേഷങ്ങൾ അറിയാനുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറാണ്. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചി. ഞാൻ മാരീഡ് ആണ്. ഇപ്പോൾ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, ആറാലുമൂട്. ഒരു കുഞ്ഞു മോളുണ്ട്, 7 മാസം പ്രായമായത്. സാവേരി എന്നാണ് പേര്. സോ IT വിട്ടിട്ടാണ് ഇങ്ങനെ ഒരു PSC പഠിക്കാന്നുള്ള ഒരു ചിന്തയിലോട്ട് വരുന്നത്. അപ്പോൾ IT വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? IT ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ അത് കഴിഞ്ഞൊരു 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു IBSൽ. അപ്പോൾ ആ ടൈമാണ് കോവിഡ് വരുന്നത്. അപ്പോൾ 9 to 9 ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർ, ഗവൺമെൻറ് സെക്ടറിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയിട്ട് വിട്ടത്. പിന്നെ ഞാൻ IT വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഗവൺമെൻറ്റിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ സിറ്റുവേഷൻസ് അത്ര ഫേവറബിൾ ആയിരുന്നില്ല ജോലി ക്വിറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിയാ പറഞ്ഞ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്ക്. സാധാരണ എല്ലാ കേസിലും തിരിച്ചാണ്, കല്യാണം കഴിഞ്ഞാലാണ് നമുക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്റെ ഭാഗ്യവശാൽ എനിക്ക് സിറ്റുവേഷൻസ് അപ്പൊ കുറച്ചുകൂടെ ഫേവറബിൾ ആയി. ആദ്യം എഴുതുന്ന എക്സാം LDC തന്നെയായിരുന്നു. 2019 ശരിക്കും ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ കോച്ചിങ്ങിന് LDK വേണ്ടിയിട്ട് സൺഡേ ബാച്ചിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കോവിഡ് വന്നു, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇല്ലല്ലോ, പിന്നെ എല്ലാം ഓൺലൈനിലോട്ട് മാറി. അങ്ങനെ പ്രിപ്പറേഷൻ ബാക്കി വീട്ടിലിരുന്നാണ് പ്രിപ്പയർ ചെയ്തത് കോവിഡ് ടൈമിൽ. അങ്ങനെയാണ് LD എഴുതുന്നത്. എറണാകുളം ജില്ലയിലാണ് LD എഴുതിയത്. റാങ്ക് കുറച്ച് മുന്നിലോട്ടായിരുന്നു. അന്ന് നല്ല വിഷമം തോന്നി. എൻ്റെ ജോബ് കിറ്റ് ചെയ്തിട്ട് എഴുതിയ ഫസ്റ്റ് എക്സാം ആണെങ്കിലും അപ്പോൾ വിചാരിച്ചു കിട്ടത്തില്ല, ഇനി പഠിക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ആ സമയത്ത് ഡിഗ്രി പ്രിലിംസ് ഞാൻ സെക്രട്ടേറിയറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻസിന് വേണ്ടി പഠിച്ചു. പക്ഷെ അപ്പോഴും കുറേ പേഴ്സണൽ ഇഷ്യൂസൊക്കെ വന്നിട്ട് മെയിൻസ് അത്രത്തോളം കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മെയിൻസിൻ്റെ ലിസ്റ്റിൽ വന്നില്ല. അപ്പം ഞാനിങ്ങനെ നല്ല ഡെസ്പായി. ആ ഒരു ടൈമിൽ തിരിച്ച് IT തന്നെ പോയാലോ എന്നൊക്കെ വിചാരിച്ചു. ഹസ്ബൻഡും പറഞ്ഞു വേണ്ട, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇത്രയും മികച്ചൊരു റാങ്കാണ് കിട്ടിയത്. ഈ റാങ്കിലേക്ക് എത്തിപ്പെടാനുള്ള പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിലാണോ? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ആ ഒരു ടൈമിൽ ആക്ച്വലി ഞാൻ സ്ട്രാറ്റജി അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ സെക്രട്ടറിയിൽ എനിക്ക് 1-2 ഫോൾട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പഠിക്കുമായിരുന്നു. സെക്രട്ടറിനെ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ PK ചേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് ലിമിറ്റ് യുവർ റിസോഴ്സസ്. എനിക്ക് ഭയങ്കര ശരിയെന്ന് തോന്നിയ ഒരു കാര്യമാണ്. കാര്യം സെക്രട്ടേറിയറ്റ് സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പഠിക്കുന്ന എക്സാം ഹാളിൽ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചത് എന്തൊക്കെയോ ആണ്. പക്ഷെ എനിക്കതൊന്നും അങ്ങോട്ട് എന്താ പറയുക, അതിനൊരു ഔട്ട്പുട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ പഠിക്കുന്ന കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടും കുറച്ചുകൂടെ റിസോഴ്സസ് ലിമിറ്റ് ചെയ്തും പഠിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണെന്ന് തോന്നി. അങ്ങനെ യൂണിവേഴ്സിറ്റി ടൈമിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 8.5 മാസം പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ സ്ട്രഗിൾസിൻ്റെ ഇടയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്, ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. ആ ഒരു പീരീഡിൽ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്?
നല്ലൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയിരുന്നു, മെയിൻസ് സമയത്ത് ലാസ്റ്റ് ട്രൈമസ്റ്റർ. അറിയാലോ, 2 ട്രൈമസ്റ്ററും നല്ല എക്സോസ്റ്റിംഗ് ആണ്. ആ ഒരു ടൈം പഠിക്കാനുള്ള നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തില്ല. കാര്യം LDCയുടെയും സെക്രട്ടേറിയറ്റിനും പ്രിപ്പയർ ചെയ്തുണ്ടല്ലോ. കാര്യം എനിക്ക് ഒട്ടും ആ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് നല്ലപോലെ ഉണ്ടായിരുന്നു. പഠിക്കുന്ന ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് പറയുന്നത്, നമുക്ക് എവിടെയെങ്കിലും അത് ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു പഠിച്ചതാണ്. ഞാൻ പ്രിലിംസ് ക്വാളിഫൈ ആയി. അങ്ങനെ ഞാൻ മെയിൻസിന് വേണ്ടി ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. കാര്യം ജൂണിൽ ആ ഒരു സമയത്തായിരുന്നു KSFE എക്സാം. അപ്പോൾ ഇല്ല, എഴുതിയിരുന്നു, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഒരു 2 മാർക്സ് ഡിഫറൻസിന് അത് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പം ഓഗസ്റ്റിലായിരുന്നു ഇതിന്റെ മെയിൻസ്. അപ്പോൾ ആ ജൂൺ ടു ഓഗസ്റ്റ് ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് KSFE എക്സാമിന് എന്തൊക്കെ ഫോൾട്ട് പറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി ഒരു 2-3 മന്ത്സ് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ. കാര്യം എന്നെ സംബന്ധിച്ചൊരു ടൈം കുറവായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞാൽ പഠിക്കുന്നത് അത്രത്തോളം പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പറ്റുമായിരിക്കും, പക്ഷേ നമുക്ക് പണ്ടത്തെ പോലെ പറ്റില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മാക്സിമം പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് കമന്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട്. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇത്ര മണിക്കൂർ പഠിക്കാം, അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ പഠിക്കുന്ന ആളാണ്? അങ്ങനെ ഇതിന് വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ശരിക്കും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. LD ടൈമിലും സെക്രട്ടേറിയറ്റിനൊക്കെ അങ്ങനെ ഒരു ടൈം ടേബിൾ അങ്ങനെ ഫിക്സ് ചെയ്ത് പഠിച്ചിരുന്നു. ഇതിപ്പോൾ അറിയാലോ, ഞാൻ പ്രഗ്നൻസിയുടെ ടൈം നമുക്ക് ഓരോ ദിവസം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ചിലപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര സമയം പഠിക്കണം, പക്ഷെ അന്നേരൊട്ട് വയ്യായിക വന്ന് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൈം പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോം നമുക്കറിയാം, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എക്സ്പേർട്ട് ആണ് PK സാർ. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സും ഈ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാര്യം നമുക്ക് ആദ്യമായിട്ടാണ് സിലബസിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത്, കമ്മീഷൻസും റിപ്പോർട്ട്സും അതെല്ലാം. അപ്പോൾ ഫസ്റ്റ് അതൊരു ഡ്രൈ ടോപ്പിക്കുമാണ്. അപ്പോൾ ചേട്ടൻ അതൊരു അത്രയും ബോറിംഗ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചേട്ടൻ്റെ നോട്ട്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 16 മാർക്സോളം സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. അതിൽ എനിക്ക് 14 മാർക്കും എനിക്ക് കിട്ടിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു നല്ല വെയിറ്റേജ് ഉണ്ട്. എനിക്കിന്ന് റാങ്ക് ഒരുപാട് മുന്നിലോട്ട് വരാൻ സഹായിച്ചത് അത് തന്നെയാണെന്ന് തോന്നുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ PK ക്ലാസ്സിന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബാക്കി സബ്ജക്ട്സിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു? ബാക്കി സബ്ജക്ട് ഞാൻ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ പ്രഗ്നൻസിയിൽ അറിയാമല്ലോ, നമുക്ക് ഡോക്ടർ പറയും ഒരു 30 മിനിറ്റ്സ് നടക്കണം ഡെയിലി, അങ്ങനെയൊക്കെ കുറച്ച് എക്സസൈസ് പറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ഒരു സമയവും എന്നെ സംബന്ധിച്ച് വാല്യുബിൾ ആയിരുന്നു. അതും എനിക്ക് കളയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ PKയുടെ തന്നെ ഗ്രൂപ്പിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് കയറാൻ പറ്റില്ല ഒരിക്കലും. ഞാൻ എല്ലാം റെക്കോർഡായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നു. ആ നടക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ റെക്കോർഡിങ്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സ് അങ്ങനെ കേട്ടിരുന്നു. കറണ്ട് അഫയേഴ്സ് അങ്ങനെ PKയുടെ മാത്രമേ ഞാൻ കുറച്ച് നോക്കിയിട്ടുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്കും ബാക്കി സബ്ജക്റ്റ് പിന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിരുന്നു. ലേഡീസ് കോർണർ, ഇനി കമ്പൈൻ സ്റ്റഡി, ലേഡീസ് കോർണറിലെ ഡിസ്കഷൻസ്, അതിലെ പഠനമൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നു. കാര്യം നമ്മൾ ലേഡീസ് കോർണറിൽ നമ്മൾ ഡെയിലി, എനിക്ക് ആ സമയത്ത് വീണ ചേച്ചി ഫുള്ളി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ചേച്ചി ഡെയിലി ക്ലാസ്, അതായത് ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ പഠിക്കും, ചേച്ചി ജസ്റ്റ് റിവിഷൻ പോലെ പറയും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കും. അപ്പോൾ നമുക്കതൊരു റിവിഷനാണ്, നല്ലൊരു റിവിഷനാണ്. പിന്നീട് എക്സാം ടൈമിനും ആ ഒരു 1 മന്ത് മുന്നേ നമ്മൾ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിലും പോൾസ് ഇടുമായിരുന്നു. എല്ലാവരും അവർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് സ്പെഷ്യൽ ടോപ്പിക് ഇങ്ങനെ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ആ ടോപ്പിക്സ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം നമ്മുടെ മെമ്മറി നിൽക്കില്ല. അപ്പോൾ പോൾസ് രൂപത്തിൽ വന്നപ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെ കിട്ടും. അപ്പോൾ അത് ഡെയിലി ഞാൻ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. എല്ലാവരും ഇടുന്ന പോൾസും ഞാനും ഇട്ടിരുന്നു. എല്ലാം പോൾസും നോക്കി അത് ചെയ്തിരുന്നു. അത് ഭയങ്കര എഫക്റ്റീവാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ മെമ്മറിയിൽ നിന്നു തോന്നും. എക്സാമിന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ബാക്കി പേര് സാറിനെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമാണ്, സാർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയും ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ, പക്ഷെ ആ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്ന കുറെ പേര് പറയുന്നുണ്ട്. വളരെ അത് സത്യമാണ്. നമ്മൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് എക്സാമിന് ചോദിക്കും. ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ സെക്രട്ടേറിയറ്റിന് ഒരുപാട് പേര് അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാനത് PK ഗ്രൂപ്പിൽ ഇല്ല, ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ ഇത് കണ്ടിട്ട് എനിക്കത് പറ്റിയില്ല പഠിക്കാൻ. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വേറെ ചാനൽസ് ഫോളോ ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പുള്ളി പറഞ്ഞത് അതുപോലെ പഠിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. എക്സാം ഹോളിൽ നമ്മൾ പറയില്ല ചേട്ടൻ്റെ സൗണ്ട് മുഴങ്ങി കേട്ട സത്യമാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിൽ അത് കറക്റ്റാണ്. ചേട്ടൻ ആ ഒരു എന്തൊക്കെ ചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത് കൂടുതൽ. ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യുന്നു. കൂടുതൽ പേരും ഞാൻ നോക്കുമ്പോൾ ബോയ്സ് ആണ് മെജോറിറ്റി വരുന്നത്. ഗേൾസ് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കുറവാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. കല്യാണം കഴിയുന്നു, അമ്മയാവുന്നു, കുറേ അമ്മമാർ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. LD ക്ലർക്ക് പോലുള്ള എക്സാം ആണെങ്കിൽ പിന്നെയും ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസിന് വരുമ്പോൾ ക്രാക്ക് ചെയ്യുന്നവരുടെ നമ്പറിൽ കുറവുണ്ട്. സോ അതെന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്? റോഷനിയുടെ അഭിപ്രായം എന്താണ്?
രണ്ട് റീസൺ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന്, നമ്മുടെ LDCയുടെ എക്സാം പോലെയല്ല ഒരു ഡിഗ്രി ലെവൽ ക്ലിയർ ചെയ്യാന്ന് പറയുന്നത്. രണ്ടിൻ്റെയും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് സിലബസ്. അപ്പോൾ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി എന്താ പറയുക, നമ്മളൊരു ബേസ് സ്ട്രോങ് ആക്കുക, അത് കഴിഞ്ഞ് ഒരു SCRT NCRT അതിൻ്റെ പുറത്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും കൂടെ ഫോളോ ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അമ്മമാർക്ക് അത്രത്തോളം ടൈം കിട്ടണമെന്നില്ല. കുട്ടികളെ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഒരു ഫാക്ടറാണ്. ഇപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ അതെനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചിലപ്പോൾ ഫസ്റ്റ് എഴുതുന്ന ഒരു എക്സാം തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ടൈം കുറവായിട്ടുള്ളവർക്ക് നമ്മൾ പഠിച്ച് പോവുക, ഭാവിയിൽ വരുന്ന ഏതെങ്കിലും എക്സാം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഡിമോട്ടിവേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് റോഷിനി ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ് ഡിമോട്ടിവേഷൻ? എന്നെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എക്സാം ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയൊരു എക്സാമാണ്. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു മതിയാക്കി IT-ലോട്ട് തന്നെ തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നീട് ആലോചിച്ച് നമ്മൾ ഒരു പകുതി വഴി നിൽക്കുവാണ്. അത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മളെടുത്ത എഫേർട്ട് വെറുതെ ആവുകയാണ്. അപ്പോൾ കുറച്ചും നാളും കൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. റോഷിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ടെലഗ്രാം, യൂട്യൂബ് ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. സെലക്റ്റീവായി പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തന്നെ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ടൈം വേസ്റ്റ് അറിയാതെ ആ വഴിക്കെങ്ങാൻ പോയിട്ടുണ്ടോ? അത് നോർമലാണ്. നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കി പ്രത്യേകിച്ച് ടെലഗ്രാം ഒത്തിരി ചാനൽസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ നോക്കി പോകും. നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആവാണ് അവിടെ. എനിക്കും അത് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുന്നത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത എക്സാമുകളിലൊക്കെ എനിക്ക് തോന്നുന്നു അതൊരു ഫോൾട്ട് ആയിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ടൈം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുക. പർട്ടിക്കുലർ നമ്മളിപ്പോൾ ഒരു പോൾസ് ചെയ്യാനാണെങ്കിൽ കുറച്ച് സമയം മാത്രം പോൾസ് ചെയ്യാനിരിക്കുക, അടുത്ത് വീണ്ടും ഒരു ബുക്ക് എടുക്കുക, അടുത്തൊരു ഫ്രഷ് ടോപ്പിക്ക് പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫോൺ വെച്ച് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വഴുതി പോകുന്ന അറിയില്ലേ, പല ഇതിനോടും ചാനൽസും യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കുറേ നമ്മൾ ടൈം കുറച്ചുകൂടെ മാനേജ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആസ്പിറൻസിനുള്ള ഡൗട്ടാണ്. ഡിഗ്രി പ്രിലിമിനറി എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം മാത്സ് ഒക്കെ 20 മാർക്കിനുണ്ട്. ടൈം ഒരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്, ടൈം എത്തുന്നില്ല എന്നുള്ളത്. റോഷിനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അത് പ്രിലിംസിന് നമുക്ക് ടൈം മാനേജ്മെന്റ് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം നമുക്കറിയാമല്ലോ 1.25 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് മാത്സ് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടെ സ്പീഡ് നമ്മൾ കുറച്ച് കൂട്ടണം. അപ്പോൾ നമ്മൾ GK പഠിക്കുന്ന അത്രയും വെയിറ്റേജ് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അതിനകത്ത് നമുക്ക് ഒരു മാർക്ക് പോയാൽ പോലും അത് നമ്മുടെ റാങ്കിനെ ഒത്തിരി അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നല്ല വെയിറ്റേജ് തന്നെ പഠിക്കുക. മാത്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് ചെയ്ത് പഠിക്കാൻ മടിയുള്ള ഒരാളാണ്. ഞാൻ ഇങ്ങനെ നോക്കി പഠിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നോക്കി പഠിക്കുന്ന ആളാണ്. പക്ഷെ അത് ശരിക്കും എക്സാമിന് എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ മെയിൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം ബുദ്ധിമുട്ടില്ല. കുറച്ചുകൂടെ ഒരു 15 മിനിറ്റ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടുവാണല്ലോ. അപ്പോൾ അത്രയും ഒരു ടൈം മാനേജ്മെന്റ് അത്രയും വരുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു കുറേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ടൈം കുറച്ച് അവിടെ നഷ്ടപ്പെടാൻ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ ടെൻഷനുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അറ്റംപ്റ്റ് കൂട്ടാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് എല്ലാ എക്സാം LDCക്കും റാങ്ക് പിന്നിലോട്ടായതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നു എൻ്റെ അറ്റംപ്റ്റ് വളരെ കുറവായിരുന്നു. നമ്മളിപ്പോൾ ഒരു എക്സാം ഇപ്പോഴത്തെ ഒരു പുതിയ പാറ്റേൺ വെച്ചിട്ട് നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഒരു കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ഫുൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച ഫാക്ട്സ് എല്ലാം കോറിലേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്തുക എന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. റിസൾട്ട് അറിയുമ്പോൾ കുഞ്ഞുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരു മൊമെന്റ്? ആക്ച്വലി ഞാൻ അത്രത്തോളം ഇത്ര നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 200-250 ആ റേഞ്ചിലാണ് റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ലിസ്റ്റ് വന്നു എന്നിങ്ങനെ ടെലഗ്രാമിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിലായിരുന്നു. പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് നോക്കുമോ, റാങ്ക് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിളിച്ചിട്ടാ പറഞ്ഞ 47 എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു 47 ഇപ്പുറത്തൊരു 1 2 3 ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാനത് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൊമെന്റ്. സോ 2019 മുതൽ തുടങ്ങിയ ഒരു ജേർണിയാണ്. ഇപ്പോൾ നല്ലൊരു മികച്ച അച്ചീവ്മെന്റിലെത്തി. ഈ ഒരു അച്ചീവ്മെന്റിന് പുറകിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടൊക്കെ ആയിരിക്കും? കടപ്പാട് എൻ്റെ ഫാമിലിയോടുണ്ട്. എൻ്റെ അച്ഛനമ്മ, ഞാൻ ഏത് എക്സാമിന് പോയാലും എനിക്ക് പ്രാർത്ഥനയോട് അവരാണ് കൂടെ ഉള്ളത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബിഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ മോട്ടിവേഷൻ ഞാൻ പറഞ്ഞില്ല, ജോബ് വിട്ടിട്ട് എടുക്കാനുള്ള തീരുമാനം പുള്ളി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നു അതിനൊത്തിരി. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കോൺഫിഡൻറ്റ് പുള്ളിയായിരുന്നു എനിക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള. പിന്നെ അവൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ പഠിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തും പുള്ളിയുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ PK ചേട്ടൻ
PK ചേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ PK ഗ്രൂപ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ LDC ആയിട്ട് മാത്രം ഇരുന്നേനെ. എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ ജോലി എന്നുള്ളൊരു കാര്യം എത്തത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ദേഷ്യമൊക്കെ കൂടുതൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ? ദേഷ്യം എന്നതിനേക്കാൾ എനിക്ക് വിഷമമായിരുന്നു കൂടുതൽ. രാത്രി ഞാനിങ്ങനെ ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച ദിവസങ്ങളും ഉണ്ട്. വെച്ചാൽ നമുക്ക് പകൽ ചിലപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത ദിവസങ്ങളെങ്കിൽ ചിലപ്പോൾ ഞാൻ വൈകുന്നേരം കഴിയുമ്പോൾ ഇച്ചിരി ആക്റ്റീവ് ആവും. അപ്പം ഞാൻ വീണ്ടും രാത്രി ഇരുന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയുമായിരുന്നു, മതി പഠിച്ചത് മതി മതിയാക്ക്. കാര്യം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടൈം. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ഉണ്ടായിരുന്ന സമയം ജോലി ഇല്ലായിരുന്ന സമയം എനിക്കറിയാം, അത് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അതെ നല്ല രീതിയിലുണ്ട്. നമുക്കിപ്പോൾ IT ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ജോലി എന്ന് പറയുന്നത് നമുക്കൊരു സെൽഫ് എസ്റ്റീം തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് എനിക്ക് ഇല്ലാതിരുന്ന ഒരു ടൈം ഞാൻ നല്ലപോലെ എനിക്ക് പ്രഷറായിരുന്നു, എനിക്ക് ജോലി വേണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്തു ഇത് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് IT-ലോട്ട് തന്നെ പോവാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയാലോ, നമുക്കിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ കുറച്ചുകൂടെ സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. എനിക്ക് IT-യെക്കാളും കുറച്ചുകൂടെ ഈ ഒരു സെക്ടറിനോടായിരുന്നു താല്പര്യം, ഗവൺമെന്റിലോട്ട് വരണമെന്നായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനപ്പോൾ ഇത്രയും നാളെടുത്ത എഫേർട്ടൊക്കെ വേസ്റ്റ് ആവും ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്ന് അങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത്. പിന്നെ എന്തോ ദൈവം സഹായിച്ച് കിട്ടി. ഇപ്പം എങ്ങനെയുണ്ട് അമ്മയായതിനു ശേഷമുള്ള ജീവിതത്തിലെ മാറ്റങ്ങൾ? മോളോടാണ് സത്യം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള കാര്യം. ഞാൻ ആ ഒരു ടൈമിൽ അവൾ അധികം ബുദ്ധിമുട്ടിച്ചില്ല എന്ന് തന്നെ പറയാം. എങ്കിലും ഇപ്പം മോളൊക്കെ ആയിട്ട് ഇച്ചിരി ബിസി ആയിട്ട് പോകുന്നു. അഡ്വൈസ് ആവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ചു. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം പലരും എക്സ്ക്യൂസ് പറഞ്ഞ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പകുതി വഴിക്ക് വിട്ടു പോവാമെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പം അതിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് ഇത്രയും മികച്ചൊരു അച്ചീവ്മെന്റ് നേടാനായിട്ട് പറ്റിയത്. ഇവിടെ ഇന്ന് വന്നതിലും നമ്മളോട് ഇത്രയും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിലും ഒത്തിരി നന്ദി. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ. ഇനി എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മോളൊക്കെ ആയിട്ട് ഇത്തിരി ബിസിയാണ്. സെക്രട്ടേറിയറ്റ് എക്സാം എഴുതണമെന്നുണ്ട്. നോക്കാം. ഒത്തിരി സന്തോഷം. ശരി, താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് റോഷ്നിയാണ്. അപ്പോൾ ഓരോ റാങ്ക് ഹോൾഡേഴ്സും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സക്സസ് എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും നിരന്തരമായിട്ട് പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ഒരു ദിവസം. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡേ ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞേക്കും. PKPSC കോർണറിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സക്സസ് സ്റ്റോറികൾക്ക് വേണ്ടി ഓരോ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ, അവരുടെ ടിപ്സൊക്കെ നിങ്ങളുടെ പഠനത്തിലും കൂടെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച്. PKPSC Corner. Craft your future.